ICCയുടെ അവാർഡ് ഫംഗ്ഷൻ നമ്മുടെ സ്വന്തം കാപ്കോൺ സിറ്റി പന്തീരങ്കാവിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രാൻഡ് ഇവൻറ്റ് തന്നെയായിരുന്നു. മന്ത്രി റിയാസും അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള ഒരു ഗ്രാൻഡ് ഇവൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയത് മുതൽ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു ഇവൻറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റി. നമ്മൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഹാളിലേക്ക് കടന്നു. ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇന്ന് ഈ കാണുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ ആയിരുന്നു കേട്ടോ ഇന്ന് ഈ പ്രോഗ്രാമിന് നമ്മൾ എറണാകുളത്തുനിന്നും കോഴിക്കോടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ നമുക്ക് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവാർഡ് കിട്ടി. അവിടുന്ന് കുറച്ച് ഫോട്ടോസിൻ്റെ പ്രഹസനമൊക്കെ നടത്തി കേട്ടോ. അത് മസ്റ്റാണല്ലോ. അങ്ങനെ നേരെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയിലേക്ക് വിട്ടു കേട്ടോ. അവിടെ എല്ലാ ഐറ്റംസ് ഫുഡും ഉണ്ടായിരുന്നു. നമ്മുടെ ഷെഫ് പിള്ളയായിരുന്നു ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാത്തിനും കുറച്ചെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ലൈവ് കൗണ്ടേഴ്സും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ മലബാറുകാർ ഒട്ടും വിട്ടുകൊടുക്കാറില്ലല്ലോ. അതെന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫ്ലൂട്ട് പ്ലേയിങ്ങും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടിറ്റിയും കമാലും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സംസാരിച്ച് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ അതിന് ശേഷം കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും ഒരു മധുരം അത് നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷമായിരുന്നു DJ പരിപാടികളൊക്കെ. പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊന്നും നമുക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ടു കേട്ടോ. ഇത്രയും വലിയൊരു പരിപാടിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.